إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. മനുഷ്യൻ വഴിതെറ്റിപ്പോകുമ്പോൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കാലാകാലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ കൗമുകളിലേക്കും ജനതയിലേക്കും അല്ലാഹു നന്മയിലേക്ക് വഴി കാണിക്കുന്ന പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ്. ആ പ്രവാചകന്മാർ കൃത്യമായ നിലയ്ക്ക് തന്നെ ജനങ്ങളെ ഉപദേശിക്കുകയും നേർവഴി എന്താണെന്നവർക്ക് കാണിച്ചു കൊടുക്കുകയും പലതരത്തിലുമുള്ള ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ, താക്കീതുകളിലൂടെ, സന്തോഷവാർത്തകൾ അറിയിക്കുന്നതിലൂടെ നന്മയുടെ വഴിയിലേക്ക് ആ ജനതയെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യത്തിന്റെ പൂർത്തീകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉപദേശങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. വലഖദ് അൻസൽനാ ഇലൈക്കും ആയാതിൻ മുബയ്യിനാതിൻ വമസലൻ മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും വമൗഇളതൻ ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നതായ ഈ ഗ്രന്ഥം വ്യക്തമായ തെളിവുകളോടുകൂടി, ദൃഷ്ടാന്തങ്ങളോടുകൂടി, മുൻകഴിഞ്ഞ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന, മുൻകഴിഞ്ഞുപോയ ജനതകളെക്കുറിച്ചുള്ള സംസാരങ്ങളുടെ ഉദാഹരണങ്ങളിലൂടെയൊക്കെ പറഞ്ഞു തരികയും അതേപോലെ തന്നെ മൗഇളതൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഉപദേശവുമാണ് ഖുർആനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഈ ഗ്രന്ഥം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇതാ നിങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വ്യക്തമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഇതാ വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, അത് ഹൃദയങ്ങൾക്കുള്ള
ആശ്വാസത്തിന്റെ, ശമനത്തിന്റെ, രോഗശാന്തിയുടെ മാർഗവുമാകുന്നു എന്നുള്ളതാണ്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള സന്മാർഗവും കാരുണ്യവുമാകുന്നു ഈ ഖുർആൻ. മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇളത്തുൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ വ്യക്തമായ വെളിച്ചം വീശുന്ന, കൃത്യമായ നിലക്കുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന സത്യസന്ദേശത്തിന്റെ ഗ്രന്ഥമാണ്, സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. അതേപോലെ തന്നെ വമൗഇളത്തുൽ ലിൽ മുത്തഖീൻ, വിശ്വാസികൾക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്നാണ്. ആ ഉപദേശങ്ങളുടെ ഗ്രന്ഥം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് കൈമാറി തരികയാണ് ചെയ്യുന്നത്. ആ ഗ്രന്ഥത്തിന്റെ അനുയായികളായി മാറുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും അതിലെ ഉപദേശങ്ങളിലൂടെ ജനങ്ങളെ നേർവഴിയിലേക്ക് നടത്തുവാനും നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഓരോ മനുഷ്യനോടുമായി അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കണം, പ്രബോധനം നടത്തണം. ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന, കൃത്യമായ യുക്തിയോടുകൂടി, അതേപോലെ തന്നെ സദുപദേശങ്ങളിലൂടെ ഈ ഗ്രന്ഥത്തിലേക്ക്, അല്ലാഹുവിന്റെ സന്ദേശത്തിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ നയിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പരിശ്രമങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമ്മളോട് കൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തെറ്റുകൾ തിരുത്തുവാൻ, മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ നിന്നവരെ തടയുവാൻ, അവർക്കാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തെറ്റുകൾ പറ്റാതിരിക്കുവാനും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകൾ നൽകുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യഅ്ദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ ഇൻ കുൻതും മുഅ്മിനൂൻ. നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? അല്ലാഹുവിന്റെ ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൃത്യമായി തന്നെ വഅള് നൽകുന്നുണ്ടെന്നാണ്. യഅ്ദുകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. അൻ തഊദു ലിമിസ്ലിഹി അബദാ, ഇതുപോലെയുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കുവാനെന്ന് കൃത്യമായി തന്നെ ചില സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ഉപദേശങ്ങൾ ആവശ്യമാണ്. ആ ഉപദേശങ്ങൾ കൊണ്ട് മാത്രമേ അവന് നന്മയിലേക്ക് കടന്നു വരുവാനും നന്മ നിലനിർത്തുവാനും തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും സാധ്യമാവുകയുള്ളൂ എന്നത് പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത്? ആരെങ്കിലൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്തിനാ നിങ്ങളത് കണ്ടെത്താനും അതേപോലെ തന്നെ അതിന്റെ പിന്നാലെ കൂടിയിട്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അതിനുള്ള ശിക്ഷകൾ നൽകുവാനും അവരെ തിരുത്തുവാനൊക്കെ നിങ്ങൾ എന്തിനാ പോണത്? അവരാ തെറ്റേറ്റ് അങ്ങനെ പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ മുൻകാലഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈദ ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഇലൂന ഖൗമ അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദ. നിങ്ങൾ എന്തിനാണ് ആ ജനതയെ, നിങ്ങൾ അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ പോകുന്നത് എന്നൊരു ജനവിഭാഗം ചോദിച്ചിട്ടുണ്ട്. ഇത് ഖാലത് ഉമ്മത്തും മിൻഹും, അവരിൽ നിന്നൊരു ജനവിഭാഗം അപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ലിമ തഇലൂന ഖൗമ, നിങ്ങൾ എന്തിനാ ആ ജനങ്ങളെ തിരുത്താൻ പോകുന്നത്? ആ തെറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എന്തിനാ തടയാൻ പോകുന്നത്? അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലാഹു അവരെ നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവരെ തകർത്ത് കളയുകയോ അവർക്ക് ശക്തമായ ശിക്ഷകൾ നൽകുകയോ ചെയ്തുകൊള്ളട്ടെ. നിങ്ങൾക്കെന്താണ് അതിന് ഛേദം? നിങ്ങളെന്തിനാണ് അതിന് ബേജാറാവുന്നത്? ഓലല്ലാഹു ശിക്ഷിച്ച അങ്ങക്കെന്താ പ്രശ്നം എന്നവർ ചോദിച്ചിട്ടുണ്ട്. അന്നാ തെറ്റിനെ എതിർത്തയാളുകൾ, തിന്മകളെ എതിർത്തയാളുകൾ പറഞ്ഞ മറുപടി, ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. ഒന്ന്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉദർ പറയാൻ സാധിക്കണം. അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് പടച്ചോനെ, ഞങ്ങൾ ആ തെറ്റിനെ എതിർത്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കണം. അതേപോലെ തന്നെ വലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം, ഞങ്ങളുടെ ഉപദേശങ്ങൾ കേട്ട് നിർദ്ദേശങ്ങൾ കേട്ട് അവർ നന്നേയേക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടതാണ്. ഒരു തിന്മ ചെയ്യുന്നയാൾ അയാളത് ചെയ്തു കൊള്ളട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആ തെറ്റുകളിൽ നിന്ന് അവരെ തടുക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അവർ ശിക്ഷക്ക് അർഹരാകുമെന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ജനവിഭാഗങ്ങളെ ഒന്നിച്ച് നശിപ്പിക്കുന്ന പ്രക്രിയ അല്ലാഹുവിന്റെ അടുക്കലുണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷകളായിക്കൊണ്ടുണ്ട്. ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ ആ ശിക്ഷകളിൽ നിന്ന് തെറ്റു ചെയ്ത ആളുകളെ മാത്രം തെരഞ്ഞെടുത്ത് ശിക്ഷിക്കുക എന്ന നടപടി
അത് അവസാനിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ ചില പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അപ്രകാരമുണ്ടായിരുന്നു. ആ പ്രവാചകനെയും ആ പ്രവാചകനെ വിശ്വസിച്ച ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെ ശിക്ഷിക്കുന്ന സമ്പ്രദായം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഫിത്നകളെ, കുഴപ്പങ്ങളെ സൂക്ഷിക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നുണ്ട്. ഒരു നാട്ടിൽ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, ഒരു സ്ഥലത്ത് കൂടുതൽ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു. ആ തെറ്റുകൾ ചെയ്യുന്ന ആളുകളിലേക്ക് ശിക്ഷ വരുമ്പോൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ആ നാടിനെ ബാധിക്കുമ്പോൾ തെറ്റ് ചെയ്തവരെ മാത്രമല്ല ബാധിക്കുക, അവിടെ എല്ലാവരും അതിൽ ഉൾപ്പെടും. മുൻകഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ സുനാമി പോലെ, ഭൂമി കുലുക്കങ്ങൾ പോലെ, ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ശിക്ഷകൾ ഇറങ്ങുമ്പോൾ അവിടെ എല്ലാ ആളുകളെയുമാണ് ബാധിക്കുന്നത്, തെറ്റ് ചെയ്തവരെ മാത്രമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചാൽ ആ നാടുകളിൽ പലതരത്തിലുമുള്ള ശിക്ഷകൾ അള്ളാഹുവിന്റേതായ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ ആ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആ ശിക്ഷകൾ ബാധിക്കാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ ആ തെറ്റിന് നമ്മൾ തടയേണ്ടതുണ്ട്. രണ്ടാമതായി അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉദർ പറയാൻ സാധിക്കും. പടച്ചോനെ, ഞങ്ങളെ ബാധ്യത ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളവരെ പിടികൂടിയിട്ടുണ്ട്, ആ ശിക്ഷ ചെയ്യുന്ന, ആ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷകൾ ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, അവരെ തിരുത്തിയിട്ടുണ്ട്, അവരെ നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന്റെ കോടതി നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ അവരതിലൂടെ നന്നാവുകയാണ് എങ്കിൽ അതിനുള്ള പ്രതിഫലവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ ഉപദേശങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായും 3 തരത്തിലെങ്കിലുമുള്ള സമീപനങ്ങൾ ആളുകൾക്കുണ്ട് എന്നാണ്. ഉപദേശങ്ങളുടെ കാര്യത്തിലുള്ള സമീപനങ്ങൾ മനുഷ്യന് പലതാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ, വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമതായിട്ടുള്ളൊരു ജനവിഭാഗം എന്താ? അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണെന്നാണ്. ഉപദേശങ്ങൾ ചെവി കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, വഖാലു സമിഅന വഅതഅന. അവർ പറയുന്നതാണ്, പടച്ചവനെ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളിതാ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ പറയും. കേൾക്കാൻ തയ്യാറാകുന്ന ആളുകൾ, അതേപോലെ തന്നെ ആ കേട്ട കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല പര്യവസാനമുണ്ടാകും. അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതവും പാരത്രികമായ ലോകത്ത് അവർക്ക് നന്മകളും നേട്ടങ്ങളും ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശ്വാസികളുടെ പ്രഖ്യാപനം, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രഖ്യാപനമായി പറയുന്നുണ്ട്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധിവിലക്കുകളിലേക്ക്, നിയമനിർദ്ദേശങ്ങളിലേക്ക് അവരെ ക്ഷണിക്കപ്പെട്ടാൽ അൻ യഖൂലു, അവർ പറയുന്നതാണ്, സമിഅനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിക്കുന്നു എന്നവർ പ്രഖ്യാപിക്കും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അങ്ങനെയുള്ളവർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വിജയികൾ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സന്ദേശങ്ങൾ കേൾക്കുകയും പ്രവാചകൻ നൽകിയ ഉപദേശങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് മനസ്സിൽ വലിയ തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനുഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ഫക്തുബ് ലനാ മഅശ് ശാഹിദീൻ. ഒരു പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് അവതീർണമായ സത്യസന്ദേശങ്ങളിലേക്ക് അവർ ചെവി കൊടുക്കുമ്പോൾ, അവരത് കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. മിമ്മ അറഫു മിനൽ ഹഖ്, അവർ തിരിച്ചറിഞ്ഞ ആ യാഥാർത്ഥ്യത്തെ അവർ നെഞ്ചിലേറ്റുന്നതിന്റെ ഭാഗമായിട്ട്, ഹൃദയത്തിലൂടെ സ്വാധീനമുണ്ടാകുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെക്കുറിച്ച് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാറുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിന് വലിയ നടുക്കമുണ്ടാകാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ചോർത്ത്, പ്രവാചകൻ പഠിപ്പിച്ചതായ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അവസ്ഥകളെക്കുറിച്ചോർത്ത്, നാളെ പരലോകത്ത് അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകാറുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ വതലീനു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ അങ്ങേയറ്റം നൈർമല്യമുള്ളതായി മാറാറുണ്ട്, ഞങ്ങളുടെ തൊലികൾ പോലും വിറക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എന്ന് ഹദീസുകളിൽ
സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരവസ്ഥയാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ, കേട്ടതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുവാൻ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ളത്. വബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന. ഏറ്റവും നല്ല കാര്യങ്ങളെ കേൾക്കുകയും ആ കേൾക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഗുണം ഉപദേശങ്ങൾ കേൾക്കുക എന്നതാണ്. ആ കേട്ടതിനെ അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ കാര്യങ്ങളൊക്കെ കേൾക്കും, കാര്യങ്ങൾ അവർ കേൾക്കും, പക്ഷേ അതിനനുസരിക്കാനൊന്നും പോകൂല. എന്നാൽ ഞങ്ങൾ ധിക്കരിച്ചു എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്. എന്നാലോ ഇവരുടെ അവസ്ഥ എന്താണ്? അവര് ഉപദേശങ്ങൾ കേൾക്കും, പക്ഷേ ഒരു കാര്യത്തെയും അവരനുസരിക്കാൻ തയ്യാറാകൂല. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ഇതിലെ കേട്ട് ഇതിലങ്ങോട്ട് വിടും. ഒരു ചെവിയിലൂടെ കേട്ട് ഒരു ചെവിയിലൂടെ അതിനെ തള്ളിക്കളയുന്ന ആളുകൾ. എന്തെല്ലാം കാര്യങ്ങൾ അവരറിഞ്ഞാലും കേട്ടാലും അതവരുടെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. എന്നാൽ അവരൊരിക്കലും ധിക്കാരികളായി മാറിയവരല്ല. ആ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ടോ ഒന്നുമല്ല അവര് ജീവിക്കുന്നത്. അവര് അതിനോടൊരു നിഷേധാത്മകമായ സ്വഭാവമല്ല വെച്ച് പുലർത്തുന്നത്. പക്ഷേ അതൊന്നും എന്നോടുള്ള സംസാരമല്ല, അതൊന്നും എനിക്കുള്ളതല്ല എന്ന നിലക്ക് അവരിങ്ങനെ പോവുകയാണ്. നിസ്കരിക്കണം എന്ന് പറഞ്ഞു, അവർക്ക് നിസ്കാരമൊന്നുമില്ല, പക്ഷേ നിസ്കരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ നിസ്കരിക്കുന്നത് വലിയ തെറ്റാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞങ്ങളങ്ങനെ നിസ്കരിക്കാനൊന്നും നിൽക്കൂല എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവരും ശിക്ഷകൾക്ക് അർഹരാകുന്ന ആളുകളാണെന്നുള്ളതാണ്. ഉപദേശങ്ങൾ തള്ളിക്കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു വിഭാഗം, പ്രധാനമായിട്ടുള്ളൊരു വിഭാഗം, അവരുടെ പ്രത്യേകത എന്താണ്? ഉപദേശങ്ങൾ അവർ കേൾക്കും, ഉപദേശങ്ങൾ അവർ കേൾക്കും, പക്ഷെ എന്ത് ചെയ്യൂല? ആ ഉപദേശങ്ങളെ അവർ സ്വീകരിക്കുകയില്ല. ധിക്കരിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട്, അഹങ്കാരം നടിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു പോകുന്നുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കുവാനുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിശാചി ചെയ്തതെന്താ? അബാ വസ്തക്ബറ, അവൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്, അവൻ അഹങ്കാരം നടിക്കുകയാണ് ചെയ്തതെന്ന. പിശാചിന്റെ ഏറ്റവും വലിയൊരു പണി അതായിരുന്നു. അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കൽപ്പനകളെ, അള്ളാഹു പറഞ്ഞ നിർദ്ദേശങ്ങളെ അവൻ തള്ളിക്കളഞ്ഞു. ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്താ? മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ മനുഷ്യന് തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ സുജൂദ് ചെയ്യേ എന്നവൻ പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനകളെ അവൻ നിഷേധിക്കുകയാണ് ചെയ്തത്, അവൻ അഹങ്കാരം നടിക്കുകയാണ് ചെയ്തതെന്ന അതേ സ്വഭാവമാണ് ഇന്ന് പല ആളുകളിലും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, മിനല്ലദീന ഹാദു യുഹർരിഫുനൽ കലിമ അൻ മവാലിഇഹി. അവരെന്ത് ചെയ്യുന്നതാണ്? അവര് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹു പഠിപ്പിച്ച വേദഗ്രന്ഥത്തിൽ നിന്ന് അവർക്കനുസരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ അവർ വരുത്തിയാണ്. പല കാര്യങ്ങളും അവർ മാറ്റം വരുത്തി. അവർക്കാവശ്യമായ എഡിറ്റിങ്ങുകൾ, അവർക്കാവശ്യമായ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ പോലും നടത്തിയിട്ടുള്ള ആളുകളാണവർ. അവർ പറയുന്നത് എന്താ? വയഖൂലൂന സമിഅന വഅസൈന. അവർ പറയും, ഞങ്ങൾ കേട്ടു, ഞങ്ങളിതാ തള്ളിക്കളയുന്നു, ഞങ്ങളിതാ ധിക്കരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഇതേപോലെയാണ് ഇന്ന് പല ആളുകളും ഖുർആൻ കൊണ്ട് നടക്കുന്നത്. ഖുർആൻ അവർ പഠിക്കുന്നുണ്ട്, ഖുർആൻ അവർ മനഃപ്പാഠമാക്കുന്നുണ്ട്, ഖുർആനിനെ അവർ ഓതുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രഖ്യാപനം എന്താ? ഞങ്ങളിതൊക്കെ ഓതും, ഞങ്ങളിതൊക്കെ ഹിഫ്ളാക്കും, ഞങ്ങളിതൊക്കെ പഠിക്കും, പക്ഷെ അതിനുള്ള ഉപദേശങ്ങളൊന്നും ഞങ്ങൾ അനുസരിക്കുകയില്ല. ജൂതന്മാരുടെ പ്രഖ്യാപനം അതേപോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ജനവിഭാഗമായിക്കൊണ്ട് ഖുർആനിന്റെ അനുയായികൾ അധപ്പതിച്ചു പോകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. വൈദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദനൈഹി വഖറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈദാ തുത്ല അലൈഹി ആയാതുനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ വചനങ്ങൾ അവരിലേക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ, അള്ളാഹുവിന്റെ ഖുർആൻ അവർ ഓതിക്കേട്ട് കഴിഞ്ഞാൽ വല്ലാ മുസ്തക്ബിറ, അവർ തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്, തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. കഅൻ ലം യസ്മഅഹാ, ഞങ്ങളത് കേട്ടിട്ടേയില്ല എന്ന മട്ടിലാണ് അവർ കടന്നു പോകുന്നത്. കേൾക്കാൻ പോലും തയ്യാറാവാത്ത അവസ്ഥ. ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അല്ലെ. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാം, ഞാനൊന്നും കേട്ടില്ലേ, വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ അതൊന്നും കേട്ടില്ലേ, ഞാൻ ഉറങ്ങിയും സുഖയില്ല, ഞാൻ ഉറങ്ങാണ്, ഞാൻ കേട്ടിട്ടില്ല. ഈ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് അധപ്പതിച്ചു പോവാൻ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്.
സത്യനിഷേധികളായ ആളുകളെക്കുറിച്ച്, മുൻകഴിഞ്ഞു പോയ ജനസമൂഹങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് അവർ കേൾക്കാത്ത പോലെ നിൽക്കുന്ന പറഞ്ഞത്. എന്നാൽ കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വേറെ ചില ആളുകളുടെ അവസ്ഥ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വസറു വസ്തക്ബറു ഇസ്തിക്ബാറ. നൂഹ് നബി പറയാൻ, അല്ലാഹുവേ, ഞാനവരെ രാവും പകലും വ്യത്യാസമില്ലാതെ പ്രബോധനം നടത്തി, അവരെ പിന്നാലെ ഞാൻ കൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അവരുടെ 2 വിരലുകൾ അവരുടെ ചെവിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അവർ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന അവസ്ഥയിലേക്ക് ആളുകൾ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നശിപ്പിക്കപ്പെടാനുള്ള കാരണമായിട്ടുള്ള സംഭവം. അതേപോലെയാണ് കഅല്ലം യസ്മഅഹ, അവരത് കേൾക്കുന്നേയില്ല. കഅന്ന ഫീ ഉദ്നൈഹി വഖറ, അവരുടെ ചെവിയിൽ എന്തോ ഒരു അടപ്പിട്ട് വെച്ചതുപോലെയാണ്. ഖുർആൻ പറയാൻ അടപ്പിട്ട് വെച്ചതുപോലെയാണ്. അത് അടച്ചു വെച്ചിരിക്കുകയാണ്, അത് കേൾക്കൂല. കേട്ടാലല്ലേ ഹൃദയങ്ങളിലേക്ക് അതെത്തൂ, കേട്ടാലല്ലേ അത് ചിന്തിക്കൂ. കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തള, കഠിനമായ ശിക്ഷ അവർക്കുണ്ടാകും. ഉപദേശങ്ങളെ തള്ളിക്കളയുന്നവർക്ക്, ഉപദേശ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നവർക്ക് അതിശക്തമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ സീൽ വെച്ചിരിക്കുകയാണ്. വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ, അവരുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല അവരുടെ ചെവിയിലും അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു. അവരുടെ കാഴ്ചകളിലും ഒരു മൂടിയുണ്ട്, ഒരടപ്പുണ്ടെന്ന ഒന്നും കാണാനും കേൾക്കാനും തയ്യാറാകാത്ത വിധമുള്ള അടപ്പുകൾ അവർക്കുണ്ട്. വലഹും അദാബുൻ അളീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ടാകുന്ന വമ്പിച്ച ശിക്ഷ അവർക്കുണ്ടാകും. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യമായിട്ടുള്ളത് കേൾക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാൽ ചില ആളുകളോട് പറഞ്ഞാൽ അവരെന്ത് പറയുന്നതാണ്? ചില ആളുകളുണ്ട്, ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ എന്താ ചെയ്തത് അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന. വൈദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞാൽ, ഖുർആനിലേക്ക് നിങ്ങൾ വരൂ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് നിങ്ങൾ വരൂ, യഥാർത്ഥമായ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, അവർ പറയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പ കാരണവന്മാർ ചെയ്തൊരു വഴിയുണ്ട്, അത് ഞങ്ങൾ എടുത്തോളാം. ഞങ്ങളെ വല്യാപ്പയും അതിന്റെ വല്യാപ്പൊക്കെ ജീവിച്ചത് ഇങ്ങനെയാണ്, ഓലൊക്കെ ഇന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടന്നവരാണ്, ഓലൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്ത് പോയിക്കോട്ടെ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അത് പാടില്ല. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അതിലേക്കാണ് കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും, അതൊക്കെ മുൻകഴിഞ്ഞു പോയ ജനങ്ങളല്ലേ, അവർക്കുള്ളത് അവർക്കുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കുണ്ട്, അവരെന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല, അത് അവരോടേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് സത്യമേതാണെന്ന് തിരിച്ചറിയുകയും ആ സത്യത്തെ പിൻപറ്റുകയും ആ സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും മരണം വരെ അതിൽ തന്നെ മുന്നോട്ടു പോകുവാനും തയ്യാറാകുന്നവരാണ് വിശ്വാസികൾ. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ പിതാക്കളുണ്ടല്ലോ, നിങ്ങളുടെ ആ മുൻഗാമികളുണ്ടല്ലോ, അവർ സന്മാർഗം പ്രാപിക്കാത്തവരും ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്തവരുമാണെങ്കിലോ നിങ്ങൾ അവരെ തന്നെ പിൻപറ്റിയാണ് പോയാൽ അവരുടെ ആ വഴികേടിലൂടെ തന്നെയാണോ നിങ്ങളും പോകാൻ തയ്യാറാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അത്തരം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഉപദേശങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുകയില്ല, അത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച ജനവിഭാഗങ്ങൾ മുമ്പ് കടന്നുപോയിട്ടുണ്ട്. അവരിലേക്ക് വന്ന പ്രവാചകന്മാരോട് അവർ പറഞ്ഞു എന്നാണ്, ഖാലു സവാഉൻ അലൈനാ അവഅൽത അം ലം തകും മിനൽ വാഇലീൻ, നീ ഞങ്ങളെ ഉപദേശിച്ചതുകൊണ്ടോ നീ ഞങ്ങളെ ഉപദേശിക്കാതിരുന്നതുകൊണ്ടോ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നാണ്. ഈ പറഞ്ഞെന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, പക്ഷേ ഞങ്ങളത് കേൾക്കുകയില്ല. ആ പ്രവാചകന്മാർ നിരന്തരമായി
അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാണ്, കത് ജാദൽ തലന വ അക്സർത്ത ജിദാലന, ഇങ്ങനെ തർക്കിക്കുകയാണ് ഞങ്ങളോട്, നീ പിന്നെയും പിന്നെയും ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. നീ സത്യം പറയുന്നവനാണെങ്കിൽ നീ പറഞ്ഞിട്ടുള്ള ശിക്ഷ നീ ഞങ്ങളിലേക്ക് കൊണ്ടുവാ എന്ന് പ്രവാചകന്മാരെ വെല്ലുവിളിച്ച സമൂഹങ്ങൾ മുമ്പ് കടന്നുപോയിട്ടുണ്ട്. വൈദാ തുത്ല അലൈഹി ആയാത്തുന വല്ലാ മുസ്തക്ബിറ, അവർ തിരിഞ്ഞു കളയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ജനവിഭാഗത്തെക്കുറിച്ച്, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞ സവാഉൻ അലൈഹിം അൻദർതഹും, നീ അവർക്ക് താക്കീത് നൽകിയാലും നീ അവരെ ഉപദേശിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ജനവിഭാഗങ്ങൾ മുമ്പ് ജീവിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അവിടെ അല്ലാഹു പറഞ്ഞു അവർക്ക് സീല് വെക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഉപദേശങ്ങൾ അവർ കേൾക്കുകയേയില്ല. സാധാരണ പറയേണ്ട, എന്നെ തല്ലണ്ട അമ്മാവാമ ഞാൻ നന്നാവൂല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ, ഉറങ്ങുന്ന ആളുകൾ നമുക്ക് ഉണർത്താൻ പറ്റും, പക്ഷെ ഉറക്കം നടിക്കുന്നവരൊരിക്കലും നമുക്ക് ഉണർത്താൻ കഴിയില്ല. ഓരോ ഉറങ്ങിയമാരിങ്ങനെ കിടക്കും, ഇതൊന്നും കേൾക്കുകയില്ല, അവരെ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന മട്ടിലായിരിക്കും അവരുണ്ടാവുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ലോകത്ത് അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കിട്ടിയാൽ, താക്കീതുകൾ അവർക്ക് ലഭിച്ചാൽ അവർക്കതുകൊണ്ട് ബോധോദയം ഉണ്ടാവില്ല. പക്ഷേ ആ ഉറക്കം നടിച്ചവർക്കും ആ അശ്രദ്ധമായി ഇരുന്നവർക്കും കേൾക്കാൻ കൂട്ടാക്കാത്തവർക്കും കേട്ടിട്ടും പിൻപറ്റാത്തവർക്കും ബോധം വരുന്നൊരു സമയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാവർക്കും ബോധം വരുന്നാൽ അവർ പറയുന്ന വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തിൽ കഠിനകഠോരമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് അവരുടെ ശരീരങ്ങളിലെ ഓരോ ഭാഗങ്ങളും കത്തിക്കരിഞ്ഞു പോകുമ്പോൾ വേദനാജനകമായ ശിക്ഷ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവർക്കും ബോധം വരും. അവർ പറയുന്ന വഖാലൂ ലൗ കുന്നാ നസ്മഉ, പടച്ചോനെ ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, പടച്ചോനെ ഞങ്ങളൊന്ന് ബുദ്ധി കൊടുത്ത് ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിലെത്തുകയില്ലായിരുന്നല്ലോ പടച്ചോനെ എന്നവർ പറയുന്നാൻ. വലൗ തറാ ഇദ് വഖിഫു അലൻ നാരി ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. കത്തിയാളെന്ന നരകത്തിന്റെ ശിക്ഷ അവരിങ്ങനെ കാണാൻ. ഫഖാലു, അവർ പറയുന്ന യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ, എന്തൊരു കഷ്ടമാണിത്, നുറദ്ദു വലാ നുകദ്ദിബ്, ഞങ്ങൾ ഒന്നുകൂടി ഞങ്ങളെ മടക്കി തരികയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ കളവാക്കുകയില്ലായിരുന്നു, ഉപദേശങ്ങളെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുകയില്ലായിരുന്നു, ബി ആയാത്തി റബ്ബിന, ഞങ്ങളുടെ റബ്ബിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെയുണ്ടല്ലോ, ആ വചനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുമായിരുന്നു, വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വാസികളാവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത്. അവിടെ വെച്ച് വിലപിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ തിരുസന്നിധിയിലെത്തി നരകത്തിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങുമ്പോ ഏതൊരു മനുഷ്യനും പറയുന്ന കാര്യമാണിത്, പടച്ചോനെ ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറയും. ഇന്ന ഇന്ന ആളുകളെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, അന്നേ ദിവസം കുറ്റവാളികളായ ആളുകൾ അവരുടെ കൈ അവരുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കടിച്ചിട്ട് പറയുന്നതാണ്, ഇവനെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര, ലം അത്തഖിദ് ഫുലാനൻ ഖലീല, പടച്ചോനെ അവനെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുനിയാവിൽ പോലും ആളുകൾ ഖേദിക്കാൻ പല വിഷയങ്ങളിലും അവർ പിടിക്കപ്പെടുമ്പോ, കുറ്റവാളികളായി പോലീസിന്റെ പിടിയിലകപ്പെടുമ്പോ അവർ പറയുന്ന കാര്യം, അവന്റെ കൂടെ കൂടിയോണ്ടാണ് ഞാൻ ഈ പെട്ടുപോയത്, അവനാണ് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയാൻ. എന്നാ പരലോകത്തെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ചു? ഒരു തിരിച്ചുവരവിന്, ഒരു മടക്കത്തിന് അവസരമില്ലാത്ത വിധം അവരാ തിന്മയിൽ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ അകപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ വിലപിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ചില കൂട്ടുകെട്ടുകൾ തിന്മകളായിരിക്കും, ചില ബന്ധങ്ങൾ നമ്മൾ വേർപ്പെടുത്തേണ്ടതായിരിക്കും, അതിനെ വേർപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ തെറ്റുകളിൽ പിടിക്കപ്പെടുമ്പോൾ, കുറ്റവാളികളാക്കപ്പെടുമ്പോൾ ആ തെറ്റു ചെയ്തവരുടെ കൂടെ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ അതിലേക്ക് കടന്നു ചെല്ലുന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകണം, ഉപദേശങ്ങൾ അവർ സ്വീകരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ പല ആളുകളും പറയുന്നുണ്ട്, ഉപദേശമൊന്നും ആളുകൾക്ക് താല്പര്യമില്ല, കുട്ടികൾക്കൊന്നും ഒരു ഇഷ്ടമല്ല, അങ്ങനെ ഉപദേശിക്കണമെന്നും അവർക്ക് ഇഷ്ടമല്ല. അവരെ തിന്മകൾ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്നത്, ചെയ്യരുത് എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയാകണം അങ്ങനെയാകണം എന്ന് പറയുന്നതൊന്നും കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കാനൊന്നും വേണ്ട, ഓലങ്ങനെ പൊയ്ക്കോട്ടെ എന്നാണ്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ കഴിയില്ല. ഖുർആൻ തന്നെ ഉപദേശമാണ്, പ്രവാചകന്റെ വചനങ്ങൾ ഉപദേശമാണ്. മുൻകഴിഞ്ഞു പോയ സകലമാന പ്രവാചകന്മാരും
ചെയ്തിട്ടുള്ള പണി ഉപദേശമാണ്, അത് നിർത്താൻ കഴിയില്ല. അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരിൽ, ഉസ്താദുമാരിൽ, മൗലവിമാരിൽ അത് മാത്രം അവർക്ക് മാത്രം ബാധ്യതയായിട്ടുള്ളൊരു കാര്യമല്ല. ഓരോ ആളുകളും ഉപദേശകനാകണം. ഓരോരുത്തരും ഉപദേശകനാകണം. അവർ പഠിപ്പിച്ചു കൊടുക്കണം, ജനങ്ങൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കണം. ചില ആളുകളുടെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നന്നായാൽ അള്ളാഹുവിനെന്തോ ഭയങ്കര സംഭവം കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ നന്നായാൽ അള്ളാഹുവിന് ഭയങ്കര ക്വാളിറ്റിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിഷേധികളായി പോയാലും അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല, അള്ളാഹുവിന് അതുകൊണ്ടൊരു കോട്ടം വരാനില്ല. പല ആളുകളുടെയും മനോഭാവത ഞാനൊക്കെ നിസ്കരിക്കണം, അതൊക്കെ അള്ളാഹുവിന് എന്തോ വലിയൊരു മഹത്തായിട്ട് കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്താൽ നമുക്കുണ്ടാവും. നമ്മളെന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്മകൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ള ഗുണമാണ്. അത് അതിന്റെ എല്ലാ ഗുണവും നമുക്കാണ്. നമ്മൾ ദോഷകരമായി ജീവിച്ചാൽ അതിന്റെ കുറ്റവും ഏറ്റുവാങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. ഓരോരുത്തരും അവനവന്റെ ശിക്ഷകളുമായി അവനവൻ ചെയ്ത പ്രവർത്തനങ്ങളുമായിട്ടാണ് അള്ളാന്റെ അടുക്കൽ പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എല്ലാത്തിനേക്കാളും ധന്യനായിട്ടുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ നാശായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരായിപ്പോയി, നമ്മൾ കുറ്റം ചെയ്യുന്നവരായി എന്നതുകൊണ്ട് ഈ മതത്തിനോ അള്ളാഹുവിനോ പ്രവാചകനോ ഒരു കോട്ടവും സംഭവിക്കാൻ പോണില്ല. ചില ആളുകളൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്ന കാര്യമാണ്. മതം വിട്ടുപോകുന്ന, ദീന് വിട്ടുപോകുന്ന, ഇസ്ലാം വിട്ടുപോകുന്ന ആളുകളൊക്കെ കൊണ്ട് നടന്നിങ്ങനെ പരിപാടികൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി അവരെങ്ങനെ കൊണ്ടു നടക്കും. എന്തിനാ? ഇസ്ലാം ഉപേക്ഷിച്ച് വന്ന ആളാണെന്ന് പറഞ്ഞിട്ട്, അല്ലേ? അപ്പൊ എന്താ, വിശ്വാസികൾക്ക് അത് ഭയങ്കര വിഷമാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഒരാൾ ഈ മതം വിട്ടുപോയി, അല്ലെങ്കിൽ പ്രേമത്തിന്റെ ഒക്കെ കെണിയിൽ അകപ്പെട്ടുകൊണ്ട് മതം മാറിയിട്ട് ഇതര വിശ്വാസികളൊക്കെ കല്യാണം കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കും, അല്ലേ? ഈ മതത്തിനൊന്നും നഷ്ടപ്പെടില്ല. ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് കടന്നുപോയി എന്നതുകൊണ്ട് ഇവിടെ ഒരു കോട്ടവും പറ്റല്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല. ഓരോരുത്തർക്കുമാണ് അതിന്റെ പ്രശ്നം. ആര് വിശ്വസിക്കുന്നുവോ, ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിന്റെ ഗുണം അവരനുഭവിക്കും. ആര് നിഷേധിക്കുന്നുവോ, തള്ളിക്കളയുന്നുവോ, ഉപദേശങ്ങളെ കാറ്റിൽ പറത്തുന്നുവോ അതിന്റെ ശിക്ഷ അവർ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് ഇസ്ലാമിന്റെ പോളിസി. ഇവിടെ ആരെങ്കിലും ഉറച്ചു നിന്നതുകൊണ്ട്, ഇത്ര ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് എണ്ണെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്ന പരിപാടിയില്ല. അതൊക്കെ പരലോകത്ത് അമലുകളെ അളന്നു തൂക്കി തിട്ടപ്പെടുത്തിയിട്ടാണ് നന്മയും തിന്മയും കണക്കാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പല സഹോദരങ്ങളും സഹോദരിമാരും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതിശക്തമായ വേദന കൊണ്ട് പുളയുന്ന സാഹചര്യത്തിൽ നമ്മളോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. വേദനകളിൽ നിന്ന്, യാതനകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുവേ, ഉപദേശങ്ങൾ കേൾക്കുവാൻ, അതിനെ പിൻപറ്റുവാൻ, വിശ്വാസിയായിക്കൊണ്ട് ജീവിച്ചു മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണമേ. നിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ എവരെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നീ താങ്ങും തണലും നൽകണമേ. അല്ലാഹുവേ, സമാധാനപൂർണ്ണമായൊരു ജീവിതം നീ ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യുമാറാകണമേ. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അത്യുന്നതമായ നിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات